ചേട്ടാ ഒരു ഷർട്ട് പെട്ടെന്ന് അടിച്ചു തരാൻ പറ്റുമോ? അയ്യോ, വിഷുവൊക്കെ അല്ലേ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞാൻ നോക്കട്ടെ. പിന്നെ അർജന്റ് ആകുമ്പോ കുറച്ച് എക്സ്ട്രാ ചാർജ് ഒക്കെ തരേണ്ടി വരും. അത് കുഴപ്പമില്ല. എന്നാ അളവും തുണി എടുത്തോളൂ. ഇതൊക്കെ ആകെ മുഷിഞ്ഞിട്ടുണ്ടല്ലോ. ഷർട്ട് മെറ്റീരിയൽ അങ്ങനെ എടുത്താൽ മതി. എന്നാ സെലക്ഷൻ ചെയ്തോളൂ. സെലക്ഷൻ ഒന്നും എനിക്കറിയില്ല, ഇതിന് ചേട്ടൻ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. പക്ഷെ നന്നായിരിക്കണം ഷർട്ട്, എന്റെ അപ്പൂപ്പനുള്ളതാ. അതെ, ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ഈ ഷർട്ട് ഒന്ന് എനിക്ക് അളവെടുത്തിട്ട് തരും. അപ്പൂപ്പന് വേറെ ഷർട്ട് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്. റെഡി ആണല്ലോ. അപ്പൂപ്പന് കൊച്ചുമോള് വിഷുക്കോടി എങ്ങനെയുണ്ട്? സുഖല്ലേ? സങ്കടപ്പെടാനല്ല, സന്തോഷിക്കാനല്ല. ഇനി ഓണത്തിനും കൊച്ചുമോള് എത്ര ഏട്ടാ? ഒരു വിഷു കേട്ടോ. നന്നായി നന്നായി. മോളൊന്ന് ശ്രദ്ധിക്കണം. മൂപ്പർക്ക് മാനസികമായിട്ട് എന്തൊരു പ്രശ്നം തോന്നുന്നുണ്ട്. ആ പൂപ്പനൊരു പ്രശ്നമില്ല. ഈ വയസ്സാം കാലത്ത് ഒറ്റപ്പെടുമ്പോഴുള്ള ചെറിയ പ്രശ്നം അത്രേ ഉള്ളൂ. വീട്ടിൽ സംസാരിക്കാൻ ആരുമില്ലാണ്ടാവുമ്പോൾ അവർ കാറ്റിനോടും മരങ്ങളോടും കിളികളോടൊക്കെ സംസാരിച്ചെന്ന് വരും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭ്രാന്താന്ന് തോന്നും. ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പം ആള് ക്ലിയറാ. ഞാൻ ആദ്യം കാണുമ്പോൾ എന്തായിരുന്നു പോലും താടി മുടിയൊക്കെ വളർന്ന് വലിയ മക്കളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞപ്പോൾ. ആ പറയട്ടെ, എത്രയായി? എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. സ്വന്തം അച്ഛനൊരു ഷർട്ട് അടിച്ചു കൊടുത്തതിന് പ്രതിഫലം വാങ്ങിയാൽ ഈ മഹാഭാവിയോട് ഏത് ദൈവം പൊറുക്കുക മോളെ?